2 കൊരിന്ത്യർ 6:1 മുതലുള്ള ചില വാക്യങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായിത്തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളിച്ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഇവിടെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വിഭാഗത്തെക്കുറിച്ച് പറയും. പ്രധാനമായിട്ടും ഇസ്രായേലിനെ ഉദ്ദേശിച്ച തെരഞ്ഞെടുപ്പിൻ രക്ഷ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. രക്ഷ 2 വിധത്തിലാണ് നമുക്ക് നൽകപ്പെടുന്നത്. ഒന്ന് സൗജന്യ രക്ഷയും, രണ്ടാമത് തിരഞ്ഞെടുപ്പിൻ രക്ഷയെന്ന വലിയ വിഷയമാണ്. സൗജന്യ രക്ഷ അത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൻ രക്ഷ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കം പേർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. 2 വിധമായ രക്ഷയ്ക്കും 2 വിധത്തിലുള്ള പ്രതിഫലമാണ്. തെരഞ്ഞെടുപ്പിൻ രക്ഷയ്ക്കുള്ള പ്രതിഫലം നിത്യജീവന്റെ ഏറ്റവും ഉയർന്ന പടിയായ അമർത്യത എന്നുള്ളതും, സൗജന്യ രക്ഷ നിത്യജീവൻ എന്നുള്ളതുമാണ്. ഏദനിൽ വെച്ച് ആദാമിന് നൽകപ്പെട്ട ജീവൻ നിത്യജീവനായി പരിണമിക്കുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ ലഭിക്കുമ്പോഴും മരിക്കാവുന്ന അവസ്ഥയിലായിരിക്കും ഏതൊരാൾ. അമർത്യജീവൻ ലഭിക്കുന്നവർക്ക് മരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇങ്ങനെയുള്ള ഇരുവിധത്തിൽ ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണം. ഈ 2 രക്ഷയ്ക്കും അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ മറുവിലയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഇസ്രായേലിന് പ്രത്യേകമായി ലഭിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ രക്ഷ എന്നുള്ള വലിയ കൃപ അത് അലക്ഷ്യമാക്കി കളയരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. യേശാവിനെ കുറിച്ച് പറയുമ്പോൾ യേശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി എന്ന് പറയുന്നു. ഈ ജ്യേഷ്ഠാവകാശമാണ് ഈ അമർത്യത പ്രകൃതിയെ സൂചിപ്പിക്കുന്നത്. അത് യാക്കോബിന് ലഭിച്ചു. യാക്കോബ് അത് വില കൊടുത്ത് വാങ്ങി. അപ്പോൾ വളരെ വില കൊടുത്ത് വാങ്ങേണ്ടതാണ് അമർത്യജീവൻ എന്നുള്ള ആ വലിയ രക്ഷയിൻ പദ്ധതി എന്നുള്ളതാണ്. ഇത് ലഭിക്കാനുള്ള പ്രസാദകാലത്തെക്കുറിച്ചാണ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ 1-ാമത്തെ വരവ് യഹൂദജാതിയുടെ ഇടയിൽ കർത്താവ് പ്രസംഗിച്ചതും അവരെ കാണിച്ചു കൊടുത്തതുമായ വിശ്വാസത്തിൻ്റെ മാർഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ രക്ഷയെക്കുറിച്ചുള്ള അറിവാണ്. ഇസ്രായേലിന് 7 വർഷത്തേക്കായിട്ട് ദൈവം നീക്കിവെച്ചിട്ടുള്ള സമയം അത് പ്രസാദകാലം ആണ് എന്നാണ്. നിന്റെ ജനത്തിനും വിശുദ്ധ മന്ദിരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് ദാനിയേലിൽ പറഞ്ഞിരിക്കുന്നതിൽ അതിൽ 7 വർഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയിലേക്ക് യഹൂദന് പ്രവേശിക്കുവാനുള്ള സമയമായിരുന്നു.
AD 29 മുതൽ 33 വർഷമായപ്പോഴത്തേക്കും ഈ കൃപയുടെ കാലം പൂർത്തിയാക്കാതെ ഇസ്രായേലിൽ നിന്നും ആ ദൈവകൃപ ജാതികളിലേക്ക് മാറ്റപ്പെട്ടു. അതുകൊണ്ട് ആ രക്ഷാദിവസത്തെ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ഇസ്രായേൽ പ്രാപ്തരായില്ല. അങ്ങനെ അവർ മനസ്സ് വച്ചിരുന്നെങ്കിൽ മുഴുവൻ പേരെയും ഈ തെരഞ്ഞെടുപ്പിൻ രക്ഷയിലേക്ക് വരുത്തുവാൻ ദൈവം അവരെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് ആ സുപ്രസാദകാലം ഇസ്രായേലിന് നഷ്ടപ്പെടുകയും കൊർന്നല്യോസ് വഴി ജാതികളിലേക്ക് ഈ വലിയ രക്ഷയുടെ വിളി പോവുകയും ചെയ്തു. ഇസ്രായേലിനെ സംബന്ധിച്ച് ആ സുപ്രസാദകാലം നശിച്ചുപോയി. ഈ വിഷയത്തെ ആസ്പദമാക്കി ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇപ്പോൾ ക്രിസ്തുയേശുവിനെ രക്ഷകരായി സ്വീകരിക്കാത്തവർക്ക് ഇനി രക്ഷയില്ലെന്നാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കും. ഇപ്പോഴല്ലേ സുപ്രസാദകാലം? ഇപ്പോഴെന്ന് പറയുന്നത് ഏതാ? അന്ന് കർത്താവ് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം അത് വളരെ പരിമിതമായ കാലഘട്ടമായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷമുള്ള സമയം രക്ഷയുടെ സമയമല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നീളുന്ന ഒരു സമയമാണ്. ആ സമയമാണ് ഇപ്പോൾ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയിലേക്കുള്ള ആ വിളി അത് ജാതികളും യഹൂദന്മാരും പങ്കിട്ടു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു സൂചന യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 61 അധ്യായത്തിൽ നമ്മൾ 1 മുതൽ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുക. എന്താ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ ദൂതിനെക്കുറിച്ചുമുള്ള വിഷയങ്ങളാണ് ഘോഷിക്കപ്പെടേണ്ടതായ സദ്വർത്തമാനം. യേശുവിൻ്റെ ജനനത്തിങ്കൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് കർത്താവിൻ്റെ ജനനത്തെ പ്രഘോഷിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് അവൻ്റെ മേൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ മേൽ ആവസിച്ചിരിക്കുന്നു. പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ത് കാര്യമാണ്? ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ മേലിരിക്കുന്ന ആത്മാവ് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, പാപബോധമുള്ളവരെ, അതായത് മാനസാന്തരപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് ആശ്വാസം ലഭിക്കും. അത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം വഴിയാണ്. തടവുകാർക്ക് വിടുതൽ, മരണത്തിൻ്റെയും പാപത്തിൻ്റെയും തടവിൽ കഴിയുന്ന ആദാമ്യ ഭവനത്തിന് വിടുതലും സ്വാതന്ത്ര്യവും പ്രാപിക്കാം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ. അപ്പോൾ ഈ വിധമുള്ള വിഷയങ്ങളെ അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും 61 2 വാക്യത്തിൽ യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. ഈ പ്രസാദവർഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. കൊരിന്ത്യർ ലേഖനത്തിൽ 6:1 വായിച്ചത് ഈ പ്രസാദവർഷത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇസ്രായേലിന് നൽകിയ ആ കൃപയുടെ കാലം
അത് 7 വർഷം കൊണ്ട് അവസാനിച്ചു. പിന്നെ അവർക്ക് ഒരു പ്രതികാര ദിവസം ദൈവം കരുതിയിരിക്കുന്നതെന്ന് ഇവിടെ തന്നെ പറയുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും. ഈ പ്രതികാരം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവപുത്രനെ അവർ തള്ളിക്കളയുകയും ക്രൂശിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിന് ഇസ്രായേൽ മാത്രമായി തീരുകയും ചെയ്തു. AD 70 റോമൻ സൈന്യം യെരുശലേം ആക്രമിക്കുകയും ഇസ്രായേലിനെ സകല ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോവുകയും അങ്ങനെ അവർ ലോകജാതികളുടെ ഇടയിൽ ചിതറിപ്പോവുകയും ചെയ്തു. അതാണ് പ്രതികാര ദിവസം. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് യഹോവയുടെ പ്രസാദവർഷവും യഹോവയുടെ പ്രതികാര ദിവസവും 2 വിഷയങ്ങളായി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ഈ വിഷയം സംബന്ധിച്ച് ജാതികൾക്ക് ബാധകമായ ഒരു കാര്യവും ഇതിലില്ല. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. യെരുശലേമിനെ ശൂന്യമാക്കി കളയുന്ന മ്ലേച്ഛതയാണ് ഇസ്രായേൽ ചെയ്തത്. യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞതുകൂടി യെരുശലേം ശൂന്യമാക്കപ്പെട്ടു. ഇതെല്ലാം പ്രവാചകന്മാരുടെ നിവൃത്തിയാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വസ്തുതകളെല്ലാം പ്രവാചകന്മാർ മുന്നമേ എഴുതിയിരിക്കുന്ന വചനങ്ങളുടെ നിവൃത്തികളാണ്. അതിൽ അനുഗ്രഹവും ശിക്ഷയും അടങ്ങിയിരിക്കുന്നു. സകല മനുഷ്യർക്കുമായിട്ടുള്ള ഒരു പ്രസാദവർഷം യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലാണ്. ആ 2ാമത്തെ വരവിലും ഒരു പ്രതികാര ദിവസത്തിൻ്റെ സമയം സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തു 2ാമത് രാജാവായി വന്ന് സുവിശേഷം കൊണ്ട് മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ഒരു പ്രതികാര ദിവസം അവിടെയും കരുതിയിരിക്കും. ആ പ്രതികാര ദിവസത്തിൽ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും അവൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളോടുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്തവരെ 2ാം മരണത്താൽ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് വരുവാനിരിക്കുന്ന പ്രതികാര ദിവസം. അപ്പം നമ്മൾ ഈ പ്രസാദവർഷവും പ്രതികാര ദിവസവും വേറിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ പ്രസാദവർഷത്തിനു വേണ്ടിയും അനുഗ്രഹത്തിനു വേണ്ടിയും ഒരുക്കമുള്ള ഒരു ജീവിതം ആരംഭിക്കുവാനും തുടരുവാനും ആ പ്രസാദത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിത്യജീവൻ അവകാശമാക്കുവാനും ഓരോരുത്തർക്കും അവസരം ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്.